ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രീവിയസ് ചോദ്യം, കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യമാണ് പരിശോധിക്കുന്നത്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ആൻസർ അല്ലെ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റും കൺഫ്യൂസിംഗും ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടാണ് സെലക്ട് ചെയ്ത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ? നോക്കിയ മക്കളെ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് ജനറൽ ബോഡി എക്സെപ്റ്റ്. ഏതൊക്കെ അധികാരമാണ്? സാധാരണ ജനറൽ ബോഡിയുടെ എല്ലാ അധികാരമുണ്ട്. ഏത് അധികാരമാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്തത്? ഓപ്ഷൻ എ, എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ ബി, അമെൻഡ്മെന്റ് ഓഫ് ബൈലോ. ഓപ്ഷൻ സി, ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. 10/50/2024 ചോദ്യപേപ്പർ കോഡ് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാലോ? വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് എ റൈറ്റ് ഓഫ് എ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്ത അധികാരങ്ങൾ എന്തൊക്കെയാണ്? Option A, power to call special general body meeting, power to amend the bylaw of society, power to pass annual report, power to pass oath certificate. 10/24/2023 ചോദ്യപേപ്പർ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ അമെൻഡ് ബൈലോ ബട്ട് നോട്ട് പ്രൊവിഷൻസ് ഓഫ്. ബൈലോ അമെൻഡ് ചെയ്യാൻ കഴിയും, എന്നാൽ പ്രൊവിഷൻസ് ഈ താഴെ പറയുന്നതിൽ എന്താണ് അതിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ. Constitution of the Managing Committee, Object of the Society, Constitution of the Representative General Body, none of these. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ തന്നെ വന്നിട്ടുണ്ട് ഈ ചോദ്യം. കാരണം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ അമെൻഡ് ബൈലോസ്, ബൈലോ അമെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് ആരൊക്കെയോ ഈ വീഡിയോ കാണുന്നവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കിയ മക്കളെ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പവർ കനോട്ട് ബി എക്സസൈസ് ബൈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി? താഴെ പറയുന്നതിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്ത അധികാരം എന്താണ്? അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് ആണോ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ? കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആണോ? മേക്ക് ചേഞ്ച് ഇൻ ദ പവേഴ്സ് ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ആണോ? ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കേണ്ടതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പവർ കനോട്ട് ബി എക്സസൈസ് ബൈ റെപ്രസെന്റേറ്റീവ്? ഇവർ ഏതാണ് ഈ പറയുന്നതിൽ അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്തത്? അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് ആണോ? കണ്ടക്ട് ഇലക്ഷൻ മാനേജിംഗ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആണോ? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണോ? കൺസിഡറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആണോ? 1970/2020 വന്നിട്ടുള്ളത്. ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുൻപ് എന്താണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് മനസ്സിലാക്കണം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റി അല്ല, പൊതുയോഗമാണ്. അതായത് ജനറൽ ബോഡിയാണ്. അല്ലാതെ ഭരണസമിതിയാണോ? കേൾക്കുമ്പോൾ ഭരണസമിതിയാണ് എന്ന് തോന്നിയാലും, ഭരണസമിതി ടോപ്പസ്റ്റ് അതോറിറ്റി ആണെങ്കിലും ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജനറൽ ബോഡിയാണെന്ന് മനസ്സിലാക്കുക. പറയുന്നത് സെക്ഷൻ 27 KSS ആക്ട് 1969 സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 27 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. 27 സബ്സെക്ഷൻ 2 പറയുന്നതാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. എന്താ ഞാനിപ്പോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മുടെ സെക്ഷന്റെ അകത്ത് സെക്ഷൻ 27 സബ്സെക്ഷൻ 2 അതുപോലെ തന്നെ റൂള് 34 റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഉണ്ട്, ജനറൽ ബോഡി ഫസ്റ്റ് ഉണ്ട്, ലാസ്റ്റ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുണ്ട്. എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് ജനറൽ ബോഡി ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ റൂൾ 8 പ്രകാരമുള്ള ഫസ്റ്റ് ജനറൽ ബോഡി പഠിക്കണം. ലാസ്റ്റ് ജനറൽ ബോഡി, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർത്തണം, ലാസ്റ്റ് ജനറൽ ബോഡി അതായത് നമ്മുടെ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ലിക്വിഡേറ്റർ, വൈൻഡ് അപ്പ് പ്രൊസീഡിംഗ് നടത്താൻ വരുന്ന ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന പൊതുയോഗം, അവസാന പൊതുയോഗം റൂൾ 69(9) പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി സെക്ഷൻ 30 നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൂൾ 36 സ്പെഷ്യൽ ജനറൽ ബോഡി കാണുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 29 കാണുന്ന ആനുവൽ ജനറൽ ബോഡി ഉണ്ട്. ആനുവൽ ജനറൽ ബോഡി അത് കൂടാതെ വരുന്ന ഒന്നാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. എന്താണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി? മക്കളെ, വേറൊന്നുമില്ല. ഒരു വലിയ സംഘമാണെങ്കിൽ, അതായത് ഒരു വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ അവിടെ ഒരു പൊതുയോഗം വിളിച്ചു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുറച്ച് മെമ്പേഴ്സ് മാത്രമാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൂടിച്ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഒരു വലിയ ഒരു സംഘമാണ്, ഒരുപാട് മെമ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട്, അതായത് ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്?
അവിടെ മെമ്പേഴ്സ് കൂടിച്ചേരുന്ന അവരുടെ പൊതുയോഗമാണ് ഈ ജനറൽ ബോഡി എന്ന് പറയുന്നത്. മെമ്പേഴ്സ്, ആ സൊസൈറ്റിയിൽ അംഗത്വമുള്ള മെമ്പേഴ്സ്, അല്ലാതെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് മാത്രമാണല്ല, ആ സൊസൈറ്റിയിൽ വോട്ടിംഗ് റൈറ്റ് ഉള്ള അംഗത്വമുള്ള ആ മെമ്പേഴ്സ് എല്ലാം കൂടിച്ചേരുന്നതാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ സംഘമാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വന്നു ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് കുറച്ചുപേർ മാത്രം ചേരുന്ന അല്ലെങ്കിൽ കുറച്ചുപേരെ മാത്രം സംഘടിപ്പിച്ച് രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു വലിയ ജനറൽ ബോഡി ഉണ്ടാവും. ആ ജനറൽ ബോഡി ആൾക്കാർക്ക് എല്ലാം വന്നു ചേരാൻ പാടായതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ കുറച്ചുപേരെ മാത്രം ചേർത്ത് അവരുടെ പ്രതിനിധിയായിട്ട് വെച്ചിട്ട് വിളിച്ചു ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഒന്നാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതാണ് എന്ത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡിയുടെ അധികാരങ്ങളെല്ലാം അവർക്കും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? കാരണം ഈ ജനറൽ ബോഡി വലിയ പൊതുയോഗത്തിന് വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവരോട് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് വരാൻ കൂടിക്കോ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ വലിയ ജനറൽ ബോഡി നോർമൽ, അതായത് ഒരു സൊസൈറ്റിയുടെ നോർമൽ ജനറൽ ബോഡിക്കുള്ള അധികാരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില അധികാരങ്ങൾ കൊടുത്തിട്ടില്ല. അതെന്തൊക്കെയാണെന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി, എന്താണ് അത് കൂടി വരുവാൻ അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു റൂൾ 34 സെക്ഷൻ 27(2) പറയുന്നത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച്. അതറിയാം. ഇനി റൂൾ 34 സബ് റൂൾ 1A-B എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കാരണം ഒരു സൊസൈറ്റി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെങ്കിൽ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനും അവരുടെ മെമ്പേഴ്സിന്റെ എണ്ണവും എത്രയാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താ പറയുന്നത്? ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ദ ഏരിയ കംപ്രൈസ്ഡ് ഇൻ 1 or more than 1 താലൂക്ക്. അതായത് ഒരു സൊസൈറ്റിക്ക് അവർക്ക് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് 1 or more than 1 താലൂക്ക് ആയിരിക്കണം. പിടികിട്ടിയോ? ഒരു സൊസൈറ്റിക്ക് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി 1 or more than 1 താലൂക്ക് ആയിരിക്കണം. ഇതൊരു തവണ ചോദിച്ചതാണ്. പല കുട്ടികളും ഇത് തെറ്റിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇത് വായിക്കുമ്പോൾ തോന്നുന്നു 1 or more than 1 താലൂക്ക്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നോ അതിലധികമോ താലൂക്കുകൾ. മോർ ദാൻ 1 താലൂക്ക് എന്ന് പഠിച്ചാലും കൊള്ളാം അല്ലേ സാർ എന്ന് നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു തവണ ചോദിച്ചതിന് ശേഷം ഓപ്ഷൻ അവർ തന്നത് ഇങ്ങനെയാണ്: ഏരിയ ഓഫ് ഓപ്പറേഷൻ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടാനായിട്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻ എത്രയാണെന്ന് ചോദ്യം വന്നിട്ട് ഓപ്ഷന്റെ അകത്ത് തന്നത് മോർ ദാൻ 1 താലൂക്ക്, 1 താലൂക്ക്, 1 or more than 1 താലൂക്ക്, 1 more than 1 താലൂക്ക്, ഇങ്ങനൊക്കെ തന്ന് കുഴപ്പിക്കും. ഈ സെന്റൻസ് അതുപോലെ പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പ്രീവിയസ് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെന്റൻസിന്റെ പ്രത്യേകത അതുപോലെ പഠിച്ചു വെക്കണം. 1 or more than 1 താലൂക്ക് എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ ആണേ? അപ്പൊ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി 1 or more than 1 താലൂക്കിൽ അധികമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം താലൂക്കുകളിലാണ് പ്രവർത്തന പരിധി എങ്കിൽ അവർക്ക് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാം. പക്ഷെ പോരാ, മറ്റൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 or more than 1 താലൂക്കാണ് സമ്മതിച്ചു. പക്ഷേ താഴെ പറഞ്ഞ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ തിരഞ്ഞെടുക്കാൻ കഴിയൂ. അതെന്താണ്? The number of members of a society is not less than 1000. ഇവിടെ പറയുന്നത് not less than 1000. എത്രയാണ് മക്കളെ? 1000 കുറയാൻ പാടില്ല. എന്ത് അംഗങ്ങളാണ്? അവരുടെ മെമ്പേഴ്സ്. ആ സൊസൈറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 1000 കുറയാനും പാടില്ല. അവരുടെ പ്രവർത്തന പരിധി 1 or more than 1 താലൂക്ക് ആണ് എങ്കിൽ അവർക്ക് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പം കുറച്ച് അംഗങ്ങളെ ഉള്ളെങ്കിൽ അവർക്കെല്ലാം കൂടെ കൂടിച്ചേരാൻ സൗകര്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ കഴിയുന്നത്. അപ്പൊ ഒരുപാട് മെമ്പേഴ്സ് 1000 കൂടുതൽ, 10,000 കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിലോ എല്ലാരും കൂടെ വിളിച്ചു ചേർക്കുക, പൊതുയോഗം പാടല്ലേ? അപ്പൊ ഇവരെല്ലാം പ്രതിനിധി ആയിക്കൊണ്ട് കുറച്ചുപേരെ തിരഞ്ഞെടുക്കുന്നതാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1 or more than 1 താലൂക്ക് പ്രവർത്തന പരിധിയും നോട്ട് ലെസ് ദാൻ 1000 മെമ്പേഴ്സ് ആണ് അംഗങ്ങളുടെ ലിമിറ്റും എങ്കിലാണ് അവർക്കൊരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എലക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്. ഇനി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് വരുന്നത്, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സബ് റൂൾ 2 പറയുന്നത്. 2A മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗങ്ങളും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് വരും. സൊസൈറ്റിയുടെ കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ,
മാനേജിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് വരും എന്നാണ് പറയുന്നത്. അടുത്തത് representatives of members residing such area belong to such class of members as may be specified in the bylaw. Such a representative being elected to a special meeting of such members. അതായത് മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ്, അതായത് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്ന പ്ലേസ് ആണെങ്കിൽ അവിടെ നിന്നും അതിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ആൾക്കാർ വരണം. അതിനെക്കുറിച്ചുള്ള മീറ്റിംഗ് കൂടി അങ്ങനെയാണ് അതിലേക്കുള്ള തീരുമാനം എടുത്തിട്ടാണ് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് provided that a delegate in representative general body shall represent a minimum of 50 members. അതായത് 50 പേർക്ക് ഒരാള് എന്ന രീതിയിലാണ് എങ്ങനെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നത്. അതായത് 50 പേരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഒരാൾ വരുന്നത്, 50 പേരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഒരാൾ ഭരണസമിതിയിലേക്ക്, ഏത് ഭരണസമിതി, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന, ഭരണസമിതി അല്ല റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. പ്രൊവൈഡ് ദാറ്റ് ഡെലിഗേറ്റ് ഇൻ ദ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി റെപ്രസെന്റ് മിനിമം ഓഫ് 50 മെമ്പേഴ്സ്, 50 മെമ്പേഴ്സിനെയാണ് ഒരാൾ പ്രതിനിധിയായിക്കൊണ്ട് വരുന്നത്. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എനി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ നോട്ട് ഇൻ എനി കേസ് എക്സീഡ്. താഴെ പറയുന്നത് പോലെ ആയിരിക്കണം മെമ്പേഴ്സിന്റെ ഘടന എന്ന് പറയുന്നത്. അതായത് ഇതിൽ കൂടാൻ പാടില്ല. താഴെ ഒരു റൂൾ പറഞ്ഞിട്ടുണ്ട്, നിയമം പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരമായിരിക്കണം. എന്താ നിയമം പറയുന്നത്? 50 in case of total members of society does not exceed 2500. അതായത് 2500 കവിയാത്ത മെമ്പേഴ്സ് ആണ്, 2500 താഴെയാണ് ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ എണ്ണമെങ്കിൽ 1000 കൂടുതൽ വേണം. 1000 കൂടുതൽ ഉണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1000 കൂടുതൽ 2500 താഴെയുമാണ് എങ്കിൽ 50 പേരായിരിക്കും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന റൂള് വെച്ചിട്ടാണെങ്കിൽ മക്കളെ 1000 മുതൽ 2500 വരെ എത്ര പേരെ തെരഞ്ഞെടുക്കാം? 50 പേരെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കാം. അടുത്തത് 200 in case of total members above 2500 below 10,000. ഇവിടെ പറയുന്നത് 2500-നേക്കാൾ അധികവും 10,000-ൽ താഴെയുമാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ മെമ്പേഴ്സിന്റെ എണ്ണമെങ്കിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് എത്ര പേരെ തെരഞ്ഞെടുക്കാം? 200 പേരെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിയും. അപ്പം 1000-നും 2500-നും ഇടയിലാണ് മെമ്പേഴ്സിന്റെ എണ്ണമെങ്കിൽ 50 പേരെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് തെരഞ്ഞെടുക്കാം. 2500-നും 10,000-നും ഇടയിലാണ് അംഗങ്ങളുടെ എണ്ണമെങ്കിൽ 200 പേരെയാണ് തെരഞ്ഞെടുക്കാൻ കഴിയുന്നത്. അടുത്തത് ഇനി ഓൾ കേസസ് അതർ ദാൻ, ഈ പറയുന്നത് കൂടാതെ, അതായത് 10,000-ന് മുകളിലോട്ടാണ് അംഗസംഖ്യ എങ്കിൽ അവർക്ക് എത്ര പേരെ തെരഞ്ഞെടുക്കാൻ കഴിയും? 500 പേരെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിയുമെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാക്സിമം എത്ര മെമ്പേഴ്സിനെ വരെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് തിരഞ്ഞെടുക്കാമെന്നൊരു ചോദ്യം വരാം. അതിന്റെ ആൻസർ 500 ആണ്. അതെങ്ങനെയാണ് അതിന്റെ നിയമം? 10,000-ലധികമാണ് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ എണ്ണമെങ്കിൽ 500 പേരടങ്ങുന്ന, 50 പേര് വരുന്നത് ഏറ്റവും കുറവാണ്, 500 പേര് അടങ്ങുന്ന ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ ആണേ? ഇനി ഇവിടെ പറയുന്ന അവരുടെ കാലാവധി എത്രയാണ് മക്കളെ? കാലാവധി സെയിം ആണ് അല്ലെ, 5 വർഷമാണ്. 5 വർഷം. പിന്നെ ഇവരുടെ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ഷൻ അത് അടുത്ത ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും കേട്ടോ. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ തെരഞ്ഞെടുക്കുമ്പോൾ എത്ര രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്, 100 കൊടുക്കുന്നു, അത് തിരിച്ചു കിട്ടുന്നു, ഇങ്ങനെ പറഞ്ഞ് കുറെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കിയാൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാലാവധി എന്ന് പറയുന്നത് സാധാരണ ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ്, 5 വർഷത്തേക്കാണ്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ഹാവ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വൺസ് ഇൻ 5 years ആൻഡ് their term shall be coterminous with the elected committee. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഉണ്ടല്ലോ സൊസൈറ്റിയിലെ, ആ കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതിനോടൊപ്പം തന്നെയാണ് ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാലാവധിയും അവസാനിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് സെക്ഷൻ 27 സബ്സെക്ഷൻ 2-ൽ പറയുന്നത് representative general body to exercise all or any of the powers of general body as may be specified in the bylaw except. ഇങ്ങനെ ഒരു വാചകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടതും ഇതാണ് പ്രീവിയസ് ആയിട്ട് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് സാധാരണ ഒരു ജനറൽ ബോഡിയുടെ എല്ലാ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട്, താഴെ പറയുന്നത് ഒഴികെ. എന്തൊക്കെയാണ് ഒഴികെ എന്നുള്ളതിലാണ് പഠിക്കേണ്ടത്. എക്സെപ്റ്റ്, താഴെ പറയുന്ന അധികാരങ്ങൾ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല. ബാക്കി എല്ലാ ജനറൽ ബോഡിയുടെ അധികാരങ്ങൾ ആർക്കുണ്ട്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഉണ്ട്. അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ അമെന്റ്മെന്റ് ഓഫ് ബൈലോ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം. നോക്കിക്കടാ, ഇവിടെ പറയുന്നത് പവർ ടു കണ്ടക്ട് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി.
അപ്പൊ എന്തൊക്കെ അധികാരങ്ങളാണ് ഇല്ലാത്തത്? ഒന്നാമതായിട്ട് പറയുന്നതാണ് കണ്ടക്ട് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. എന്താ? കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്താൻ ആർക്ക് അധികാരമില്ല? നമ്മുടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അധികാരമില്ല. സാധാരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? ഇലക്ഷനെ കുറിച്ചൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിവസം മുൻപ് അവർ പൊതുയോഗം വിളിച്ചു ചേർക്കണം. ആ പൊതുയോഗത്തിലാണ് എന്നാണ് ഇലക്ഷൻ നടത്തേണ്ടുന്നത്, ഏത് ദിവസം, ഏത് സമയത്ത്, എവിടെ വെച്ച് എന്നുള്ളതിനെ കുറിച്ചെല്ലാം റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആ ജനറൽ ബോഡി തന്നെയാണ്. ശരിയല്ലേ? അങ്ങനെ പറയുമ്പോൾ ജനറൽ ബോഡിക്കാണ് ഈ ഇലക്ഷനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത്. പക്ഷേ ആ ജനറൽ ബോഡിയുടെ ഈ അധികാരം ആർക്കില്ല? നമ്മുടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഈ അധികാരമില്ല. അപ്പൊ ഒന്നാമത്തെ എക്സംഷൻ ആണ്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇലക്ഷന് തീരുമാനമെടുക്കാനോ ഇലക്ഷൻ നടത്താനോ ഉള്ള അധികാരമില്ല. ഇലക്ഷൻ പവർ ടു കണ്ടക്ട്, ഇലക്ഷൻ നടത്താനുള്ള അധികാരം ആർക്കില്ല? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല എന്ന് പഠിക്കുക. രണ്ടാമത് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് പലരും തെറ്റിച്ചാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. Representative General Body shall not alter any provision in the bylaw relating to its constitution or power. ഇവിടെ ഇറ്റ്സ് എന്നുള്ള ഈ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താ ഇവിടെ പറയുന്നത് അറിയാവോ? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഈ പറയുന്ന അധികാരം ഇല്ല. എന്താണ് പറയുന്നത്? ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പവർ. അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ബൈലോ അമെന്റ്മെന്റ്, നമ്മൾ നോർമൽ രീതിയിൽ അമെന്റ്മെന്റ് ഓഫ് ബൈലോ, അതായത് ബൈലോ ഭേദഗതി ചെയ്യുന്ന, അമെന്റ്മെന്റ് ചെയ്യുന്ന ആരാണ്? ജനറൽ ബോഡി കൂടിയാണ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ അമെന്റ്മെന്റ് നടത്തുന്നതിൽ പങ്കെടുക്കാനൊക്കെ ആർക്ക് പറ്റും? ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് പറ്റും. പക്ഷേ ബൈലോ അമെന്റ്മെന്റ് ചെയ്യാനായിട്ട് അധികാരമുണ്ട്, അമെന്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്കുണ്ട്. പക്ഷേ ഈ ബൈലോയിൽ തന്നെയാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ചുള്ള അധികാരങ്ങളും പ്രതിപാദിക്കുന്നത്. മനസ്സിലായോ? അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ആണെന്ന് കരുതുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഇതാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നമ്മുടെ ബൈലോ. ഇതിൽ കുറെ അധികാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതിൽ ചില അധികാരങ്ങൾ, അതായത് ഈ പറയുന്ന പ്രൊവിഷൻസ് ഇത്രയും റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ കരുതുക. ഈ പറയുന്ന ഇത്രയും പോർഷൻസ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്നാണ് ആ ബൈലോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ കണക്കാക്കുക. അപ്പോ വേണമെങ്കിൽ ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ബൈലോ ഭേദഗതി ചെയ്യാൻ കഴിയും. പക്ഷേ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ പോർഷൻസിൽ യാതൊരുവിധ അമെന്റ്മെന്റുകളോ തിരുത്തലുകളോ വരുത്താൻ ആർക്ക് അധികാരമില്ല? നമ്മുടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അധികാരമില്ല. അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അവരെ കുറിച്ച് പറയുന്ന, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോർഷൻസിൽ യാതൊരു ചേഞ്ചസോ തിരുത്തലുകളോ വരുത്താൻ അധികാരമില്ല. ബാക്കിയുള്ള ബൈലോയിൽ അമെന്റ്മെന്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്കുണ്ട്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അമെന്റ്മെന്റ് ഓഫ് ബൈലോ അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവർ, അവരുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും അവരുടെ നടത്തിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അമെന്റ്മെന്റ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ അധികാരം അവർക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എന്തൊക്കെ അധികാരമാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്തത് എന്ന് ഇവിടെ പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നു, ഇലക്ഷൻ നടത്താനുള്ള അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല. അത് നമുക്ക് മനസ്സിലായി. രണ്ട്, ബൈലോ അമെന്റ്മെന്റ് ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങളിൽ ചേഞ്ച് വരുത്താനോ ഓൾട്ടർനേഷൻ നടത്താനോ അമെന്റ്മെന്റ് നടത്താനോ അധികാരമില്ല. ബാക്കിയുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അമെന്റ്മെന്റ് ഓഫ് ബൈലോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്? അവരുമായി ബന്ധപ്പെട്ടതിൽ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഓർത്ത് വെക്കുക, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് എക്സെപ്റ്റ് ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ഓൾട്ടർ ഓഫ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ പവേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം നോക്കുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. നോക്കടാ, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് ജനറൽ ബോഡി എക്സെപ്റ്റ്, എല്ലാ അധികാരങ്ങളും ഉണ്ട്. എന്താണ് ഇല്ലാത്ത അധികാരം? ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ നടത്താൻ പറ്റുമോ? അധികാരം ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അധികാരം അവർക്ക് ഇല്ല. നോക്കിയേ, അമെന്റ്മെന്റ് ഓഫ് ബൈലോ ഭേദഗതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ ബൈലോ ഭേദഗതി എന്ന് പറയുന്നില്ല. അതിന്റെ അർത്ഥം അമെന്റ്മെന്റ് ഓഫ് ബൈലോയ്ക്ക് ഇവർക്ക് അധികാരമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനി ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാധാരണ ജനറൽ ബോഡിയാണ്. ആ അധികാരം ഇവർക്കും ഉണ്ട്. ഇല്ല എന്ന് പറയുന്നല്ലോ, ഉണ്ട്.
ബോത്ത് എ ആൻഡ് ബി, എയും ബിയും എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് തെറ്റാണ്. കാരണം എയും ബിയും അധികാരം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഓപ്ഷൻ വളരെ തെറ്റാണ് അല്ലെ. നോക്കി, അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? അവർക്ക് ഇല്ലാത്ത അധികാരം ചോദിച്ചിരിക്കുന്നത്. ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് എക്സെപ്റ്റ്, ഇല്ലാത്ത അധികാരം ഏത് മാത്രമേ ഉള്ളൂ? എലക്ഷൻ നടത്താനുള്ള അധികാരം ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ, എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയില്ല മക്കളെ? അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ ആൻസർ പറയണേ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റൈറ്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജനറൽ ബോഡിക്ക് ഇല്ലാത്ത അധികാരം ഏതെന്ന് തന്നെ ചോദ്യം. പവർ ടു കോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, പവർ ടു അമെൻഡ് ദ ബൈലോ ഓഫ് സൊസൈറ്റി, പവർ ടു പാസ് ആനുവൽ റിപ്പോർട്ട്, പവർ ടു പാസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഏത് അധികാരമാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തരാൻ സാധ്യതയുണ്ട്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരവും ഇവർക്കില്ല എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് നമുക്ക് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് പറയാം. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആർക്കൊക്കെ വിളിച്ചു കൂട്ടാൻ പറ്റുന്നതാണ്? രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് മെമ്പേഴ്സ് 1/5 എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ഇത്ര ആൾക്കാർ സംബന്ധിച്ച് ഒരു മാസത്തിനുള്ളിലാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരും പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അമൻ ഇതിനകത്ത് ഉള്ളത് മാത്രം നിങ്ങൾ നോക്കിയടാ. അമൻ ബൈലോ ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ അല്ല, സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതി ചെയ്യാൻ പറ്റുമോ? അവർക്ക് പറ്റുന്നതാണോ? പറ്റും, ശരിയാണ്. പവർ ടു പാസ് ആനുവൽ റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് പാസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. സാധാ ജനറൽ ബോഡി അധികാരം തന്നെ അത് അവർക്കുണ്ട്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അധികാരമുണ്ട്. അപ്പൊ ഇതിന് ആൻസർ വരുന്നത് ഇല്ലാത്ത അധികാരം എന്ന് പറയുന്നത് പവർ ടു കോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അത് മനസ്സിലാക്കി വെക്കണം. സ്പെഷ്യൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടാൻ അധികാരം റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ല. ഓക്കെ ആണോ? അത് നമുക്ക് ആർക്കൊക്കെയാണ് അധികാരമുള്ളത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് എടുക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ഹാവ് amend bylaw but not the provision. സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ബൈലോ അമെന്റ്മെന്റ് ചെയ്യാം. അത് തന്നെയല്ല നമ്മളും പഠിച്ചത്. അങ്ങനെ തന്നെയല്ലേ? ഷാൽ അമെന്റ് ബൈലോ അമെന്റ് ചെയ്യാൻ പറ്റും. ബട്ട് നോട്ട്, പറ്റില്ല. എന്ത് പറ്റില്ല? ഏത് പ്രൊവിഷൻസാ? ആരുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് ഇവർക്ക് ഭേദഗതി ചെയ്യാൻ കഴിയാത്തത്? സൊസൈറ്റിയുടേതാണോ? അല്ല, സൊസൈറ്റിയുടെ ഇവർക്ക് അമെന്റ് ചെയ്യാം. ഇവരുമായി ബന്ധപ്പെട്ട, അതായത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസിൽ തിരുത്തൽ വരാൻ കഴിയില്ല. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റിയുടെ അധികാരത്തിൽ തിരുത്തൽ വരുത്താൻ ഇവർക്ക് കഴിയുന്ന ഓപ്ഷൻ ആണ്. ഇവിടെ പറ്റാത്ത നമ്മൾ ഇൻഡ്യൂച്ചിനോ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ ബി ഒബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി, പറ്റും. സി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ജനറൽ, കണ്ടോ, റെപ്രസെന്റേറ്റീവ് ജനറൽ അധികാരം തിരുത്താൻ ഇവർക്ക് പറ്റുമോ? കഴിയില്ല. നൺ ഓഫ് ദിസ്. നോക്കടാ, ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് അവരുടെ അധികാരങ്ങളിൽ തിരുത്തൽ വരാൻ കഴിയില്ല. അടുത്തത്, ഫോളോവിംഗ് പവർ കനോട്ട് എക്സസൈസ് ബൈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. അധികാരം ഇല്ലാത്തത് ഏത്? റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്ത അധികാരം ഏതാണ്? അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് അപ്രൂവൽ കൊടുക്കാനായിട്ട് കഴിയുമോ? കഴിയും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് കഴിയോ? കഴിയും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഡിറ്റ് റിപ്പോർട്ട് കഴിയോ? കഴിയും. മേക്ക് ചേഞ്ചസ് ഇൻ ദ പവർ ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ അധികാരങ്ങളിൽ തിരുത്തൽ വരാൻ കഴിയുമോ? കഴിയില്ല. അവർക്ക് അവരുടെ അധികാരങ്ങളിൽ യാതൊരു ചേഞ്ചസും വരുത്താൻ കഴിയില്ല. ഉത്തരം ഡി ആണ്. മേക്ക് ചേഞ്ചസ് ഇൻ ദ പവർ ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ആണ് വരേണ്ടത്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പവർ കനോട്ട് ബി എക്സൈസ്ഡ് ബൈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഇല്ലാത്ത അധികാരം ഏത്? പവർ അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് കഴിയും. കണ്ടക്ട് എലക്ഷൻ ടു ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി കഴിയും. എലക്ഷൻ നടത്താൻ പറ്റുമോ? കഴിയില്ല. ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് കഴിയും. കൺസിഡറേഷൻ ഓഡിറ്റ് റിപ്പോർട്ട് കഴിയും. കഴിയില്ലാത്ത അധികാരം നോട്ട്, ഇവിടെ കഴിയില്ലാത്ത അധികാരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? കനോട്ട് ബി. അപ്പൊ ഇൻഡു ചിഹ്നമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആൻസർ. ഇൻഡു ചിഹ്നം ബി ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നോക്കി വയ്ക്കുക. ഇതെല്ലാം വളരെ കൃത്യതയോടുകൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ. കാരണം ഇതെല്ലാം നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖല തന്നെയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയില്ല. നിങ്ങൾ കൃത്യമായ പാതയിലാണ് പഠനം മുന്നോട്ട് പോകുന്നതെങ്കിൽ നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവും. വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. God bless you all and thank you.